Hi, good morning, students. ഇന്ന് നമുക്ക് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് പൈത്തൺ കമാൻഡ് ഉപയോഗിച്ച് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും റൈറ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും നോക്കാം. So basically we have some commands and there is a function called open. So open എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫയലിനെ എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ഇല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അങ്ങനെ പല ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. So here you see that f is equal to open test.dat, w. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ test.dat എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയി. അത് w എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മളൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ആ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫയൽ ഉപയോഗിക്കുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് w ഇൻ ദ ഇൻവേർട്ടഡ് കോമ. ഇനി നമ്മൾ ആ ഫയലിലേക്ക് എന്തെങ്കിലും സ്ട്രിങ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡോട്ട്, ബിക്കോസ് എഫ് ഇസ് ദ function, f belongs to the function, f dot write. So the operation is write. So f dot write bracket quotation this is a test file. ഇനി f dot close എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഈ ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പൊ ഈ 3 കമാൻഡ് നമ്മളിവിടെ എഴുതി. അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. അവിടെ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്തു, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയൽ ഓപ്പൺ ചെയ്തത്. അഥവാ നമ്മൾ റീഡ് ചെയ്യാനാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡബ്ല്യുവിന് പകരം ആർ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഒരു ഫയലിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിൽ ദിസ് ഈസ് എ ടെസ്റ്റ് ഫയൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം. ബട്ട് ദാറ്റ് ഷുഡ് ബി ഇൻസൈഡ് ദ ഇൻവേർട്ടഡ് കോമ. നമ്മൾ ഫയലിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിൽ എഫ് ഡോട്ട് ക്ലോസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ. സോ ഇപ്പോൾ ഈ 3 കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു നോക്കാം. ദിസ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ നെയിംഡ് test.dat. ഇപ്പൊ നിങ്ങൾക്ക് DATക്ക് പകരം txt എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ, ദാറ്റ് ഈസ് നോട്ട് പാഡ് ഫയൽ. ഇപ്പൊ ഈ .dat എന്ന് പറയുന്നത് അതിന്റെ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇപ്പൊ നമുക്ക് DAT എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫയലിന് പകരം txt വേണമെങ്കിൽ ഇടാം. ഇനി ഇതേ പേരിൽ വേറെ ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആവും. ആൻഡ് റൈറ്റ്സ് എ സ്ട്രിംഗ് ടു ഇറ്റ്. ഇനി നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് റൈറ്റ് ചെയ്തു. ഇനി ആ ഫയലിനെ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. ദാറ്റ് മീൻസ് യു ഹാവ് ടു യൂസ് ദ ഓപ്ഷൻ R, the letter R in order to read. Same command, but instead of W you put R. So ഇവിടെ എന്ത് ചെയ്തു, f is equal to open test.dat, R. ഇവിടെ ഓപ്പണിലെ ബ്രാക്കറ്റിന് ശേഷം ഇൻവേർട്ടഡ് കോമയിൽ ഫയലിന്റെ പേര്, കോമ ഇൻവേർട്ടഡ് കോമയിൽ R. ഇവിടെ R എന്ന് പറയാൻ കാരണം ദിസ് ഇസ് വി ആർ യൂസിങ് ദ ഫയൽ ടു റീഡ് ദ ഫയൽ. സോ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് R യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ ആ ഫയലിനെ റീഡ് ചെയ്തെങ്കിലും നമുക്ക് കാണണമെങ്കിൽ അത് പ്രിന്റ് ചെയ്യണം. സോ യു ഹാവ് ടു യൂസ് ദ കമാൻഡ് പ്രിന്റ് എഫ് ഡോട്ട് റീഡ്. സോ വാട്ട് എവർ ഈസ് ദ കണ്ടന്റ് ഓഫ് ദ ഫയൽ that will be printed in the screen. That means that will be displayed in the screen. So print f dot read bracket. അപ്പോൾ രണ്ട് റീഡിന് ഒരു ബ്രാക്കറ്റ്, ഒരു റീഡ് ഒരു ഫംഗ്ഷൻ ആണ്, ഇവിടെ പ്രിന്റ് ഒരു ഫംഗ്ഷൻ ആണ്. റീഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാൻ വേണ്ടി എഫ് ഡോട്ട് ക്ലോസ് ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ. നൗ ഇവിടെ നമ്മൾ എന്ത് ആണ് റൈറ്റ് ചെയ്തത്, ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്തത് എന്താണ്, ദേ ആർ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ്സ്. ഓക്കെ. ഇനി ഈ റീഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് വേണമെങ്കിൽ
we can use this to read a fixed number of characters. Okay, for example, അതായത് read function ഉപയോഗിച്ച് ഒരു ഫയലിലെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു, റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. f is equal to open test.dat, അതായത് നമ്മളൊരു ഫയല് റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം f is equal to open bracket file name, that file name should be inside the inverted comma, then put a comma, then r means read ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. so the r should be inside the inverted comma. ഇനി എനിക്ക് ഈ ഫയലിലെ ഫസ്റ്റ് 7 ക്യാരക്ടേഴ്സ് മാത്രം വായിച്ചാൽ മതി, ആദ്യത്തെ 7 അക്ഷരങ്ങൾ മാത്രം എനിക്ക് വായിച്ചാൽ മതിയെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ, പ്രിന്റ്, ഇപ്പൊ നമ്മൾ പ്രിന്റ് നേരത്തെ f.read just to put blank bracket, opening bracket and close bracket എന്ന് വെച്ചാൽ ആ ഫയൽ മൊത്തം നമുക്ക് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. പക്ഷെ എനിക്ക് ആദ്യത്തെ 7 ക്യാരക്ടേഴ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി എങ്കിൽ you have to write print bracket f.read, in the bracket you put 7, close the bracket, read in the bracket close ചെയ്യുക, print in the bracket close ചെയ്യുക. so that will give you the first 7 characters. okay, so if I want the entire file to be read, you have to write print bracket f.read bracket, close the bracket, without a bracket nolil onnu idan paadilla, just blank, close the bracket of print, then you will get the entire file. Then after reading the file, close the file. How will you close the file? Write the command f.close bracket, open the bracket, close the bracket. so f.close will close the file. so that will be the end of this program. So now we will examine how to read a text data from a file and convert it to a numerical type. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഡാറ്റ, ഒരു ഫയലിൽ നിന്നും ഒരു ടെക്സ്റ്റ് ഡാറ്റ റീഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് ന്യൂമറിക്കൽ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. So here you see f is equal to open data.dat, comma w. So here ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ, f is a function, open, I am creating a file named data. ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ഫയൽ ഞാൻ ഓപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ in the inverted comma you put w, that means it is for writing. Then I started a for loop for k in range 1,4. that should be ഈ s ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കാണ് വരേണ്ടത്. so there is a mistake here. so s is equal to percent inverted comma percent 3d front slash n percent k f dot write s f dot close. so here the contents of the file will look like this 1 2 3. ഇവിടെ എന്താ സംഭവിച്ചത്? k പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. write f dot write s. see here it is very interesting. ആദ്യത്തെ ലൈനിൽ നോക്കാം എന്താ സംഭവിച്ചത്. ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയൽ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലായി? റൈറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ചെയ്തത്, ബിക്കോസ് ഐ ഹാവ് യൂസ്ഡ് w. so in the f command, if I put w, that means I am using the file to write the file, to write something into the file. now what I am going to write is, I am starting a for loop. so for loop, ഇവിടെ നോക്ക്, for k in range 1,4 കോളൻ. ഫോറിന് ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ കോളൻ ഉപയോഗിക്കണം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ k എന്ന് പറയുന്ന ഒരു വേരിയബിളിന് 1 to 4, that means range function, range 1 to 4 means it will start from 1 2 3. for loopന്റെ ഒരു പ്രത്യേകത 4 എന്ന് പറഞ്ഞാൽ 4 - 1 3 വരെ അത് റൺ ആവും. that means up to whatever you write in the second 1, n ആണെങ്കിൽ it will be running up to n - 1. okay,
Now I am writing a command s is equal to %3d n %k. See here, this is called a formatted printing. എന്താന്ന് നോക്കാൽ അതായത് %3d means whatever I am printing or whatever I am writing, that should be in this ഒരു പ്രത്യേക ഫോർമാറ്റ്. d എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ നമ്പർ, it is a whole number, it is an integer number. You should not this will not print a decimal number or fractional number. So ഒരു ഇൻറ്റിജർ നമ്പർ അല്ലെങ്കിൽ ഹോൾ നമ്പർ ആയിട്ട് ആണ് ഇത് പ്രിന്റ് ചെയ്യുള്ളൂ. കാരണം ഐ ഹാവ് യൂസ്ഡ് ഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് എഫ്. സോ %f യൂസ് ചെയ്താൽ അത് ഡെസിമൽ നമ്പർ വരും. ഇവിടെ ഡി യൂസ് ചെയ്തുകൊണ്ട് അത് ഇൻറ്റിജർ നമ്പർ മാത്രമേ വരുള്ളൂ. ഇനി എന്തിനാണ് 3d യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ യൂസ് 3 decimal places. So whatever number you have, it will be having only 3 decimal places. Okay. Now once I write the first number, the second number should be written in the next line. So what I have to do, I have to put a \n. So that \n will make that after each number the next number will be printed in the next line. Okay. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഒരു %k. സോ വാട്ട് എവർ value you write in this %, that means after the inverted comma. ഇൻവേർട്ടഡ് കോമയ്ക്ക് ശേഷം ഒരു % ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റിൽ നമ്മൾ എന്താണോ എഴുതുന്നത്, പക്ഷെ ഇവിടെ ഞാൻ k എന്നാണ് എഴുതുന്നത്. k is not a number, k is a letter, k is a character, but I have used k as a variable. k എന്ന് പറയുന്നത് നമ്പർ അല്ല, but I have used a for loop. തൊട്ട് മുകളിൽ ഞാനൊരു for loop യൂസ് ചെയ്തിട്ടുണ്ട്. What is for loop? The for k in range 1,4. That means k will take the value 1, 2, 3 because I have used the range function. So the range function will run from 1 to 3 because I used 1,4. അപ്പോൾ k യുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ആദ്യം 1 ആയിരിക്കും, രണ്ടാമത്തെ പ്രാവശ്യം 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ കെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ കെ എങ്ങനെ പ്രിന്റ് ചെയ്യും? ഇവിടെ ഞാൻ 3d യൂസ് ചെയ്തതുകൊണ്ട് 001 എന്ന് പ്രിന്റ് ചെയ്യും. ബിക്കോസ് I have used %3d. %3d means d is a number. It should be an integer number. It should be a whole number. It should not be. അപ്പോൾ d 1ൽ എന്തില്ല, പോയിന്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഇറ്റ് വിൽ ബി 001 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ case 2, second time case 2. So that will be it will have 3 spaces 002. So like that. സോ എവറി ടൈം ഓരോ സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു തെറ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ എസിന് സ്പേസ് ഇട്ടിട്ടില്ല. ശരിക്കും ഈ എസ് എന്ന് പറയുന്ന ലൈനും ഈ 3 ലൈനുകളും ഫോർ ലൂപ്പിന് ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ 3 ലൈനുകളും സ്പേസ് ഇട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്യാൻ പറയുന്നു. വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇസ് f.write s. So what is s? s എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. So that means I will be writing f.write s, then I close that, f.close. So ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാനാണെങ്കിൽ പ്രിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രിന്റ് f.read 7. അതിന് നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം പ്രിന്റ് f.read ബ്രാക്കറ്റ് കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഹൗ യു. സോ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ നമ്മൾ ആ കൂടി ചെയ്തിട്ടുള്ളത് ഒരു ഫയൽ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് റൈറ്റ് ചെയ്തു. എന്ത് റൈറ്റ് ചെയ്തു? 1, 2, 3 എഴുതാൻ പഠിച്ചു. ഇനി അടുത്തത് ഈ ഫയലിനെ നമ്മൾ എഴുതണമെങ്കിൽ ഹൗ വിൽ യു ഡു ദാറ്റ്? അഗെയിൻ ഓപ്പൺ ദ ഫയൽ ഇൻ ദ റീഡ് മോഡ്. റീഡ് മോഡ് ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഡബ്ല്യൂക്ക് പകരം r യൂസ് ചെയ്യുക. അഗെയിൻ ജസ്റ്റ് റൈറ്റ് പ്രിന്റ്, what is the print? f.read. Use the function f.read, that will print the contents of the file. Okay, so ഇതാണ് നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺവേർട്ട് ദ സ്ട്രിംഗ് ടൈപ്പ് ഡാറ്റ ഇൻറ്റു ഇൻറ്റിജർ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രിംഗ് എന്ന് പറയുന്നത്, സ്ട്രിംഗ് മീൻസ് ലെറ്റേഴ്സ്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ABCD. ദാറ്റ്സ് എ ക്യാരക്ടർ ജോയിൻ ചെയ്യുമ്പോൾ സ്ട്രിംഗ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ലൈക്ക് എ വേർഡ് ഈസ് കോൾഡ് എ സ്ട്രിംഗ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ
ഒരു ഫയൽ ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു സ്ട്രിങ്സിനെ നമുക്ക് നമ്പേഴ്സ് ആക്കാൻ പറ്റും നോക്കാം. So now first what I am going to do is I want to create a file integer type. So data type integer data type ആയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് print the numbers. So f is equal to open. I created a file, and in the read mode, while one means it is a while loop, that is an infinite loop because I used one. S is equal to f dot read line. If s is equal to f5, break m is equal to eval s, convert into integer, print m into 5, f dot close. See here. So first of all I created a file, data എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി ഡാറ്റ എന്ന ഫയൽ അവിടെ ഉണ്ടെങ്കിൽ ആ ഡാറ്റ എന്ന ഫയൽ ഓപ്പൺ ചെയ്തു. റീഡ് മോഡിലാണ്, റീഡ് മോഡിലായതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യില്ല, അത് ഓൾറെഡി ഉള്ള ഫയലാണ്, അത് റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ഒരു ലൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, റീഡ് ഫംഗ്ഷൻ എഫ് ഡോട്ട് റീഡ് യൂസ് ചെയ്യുന്നു. ഇഫ് എസ് ഇസ് ഈക്വൽ ടു f5, break, terminate the loop. ആ ലൂപ്പ് while loop terminate ചെയ്യുന്നു. m is equal to eval s. That means eval is a function that will convert a letter or a character into an integer. Then I print the value of m. Then I close the file, f dot close. Okay, so here you understand the function eval. Eval means a function. So how will you use the function? M is equal to eval bracket s. So this s should be a character, okay, because I already written some characters inside the function or file data. So if you convert this s into integer and then you print the m, what will you get? You will get integers corresponding to that letters you have in the file. Okay, so let us discuss something about formatted printing. So formatted printing means in your printing a output of a program, printing the output of a program according to your specified, in a specified form. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫോമിലേക്ക് ഒരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ പഠിക്കുന്നതിനാണ് that is called formatted printing. Okay, so first of all you know that there are data types. We have basically a number, a character, a string, and we have list also, we have dictionary also, we have tuples also. Okay, so first of all I am going to speak about something using the modulo operator. So basic thing is modulo operator. Modulo means basically the, you know, the percentage symbol. The percentage symbol is what we call as modulo operator. It is also called as string modulo operator. Okay, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ നമ്മൾ സംസാരിച്ചു %3d എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്ന വാല്യൂവിനെ ഫോർമാറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് പെർസെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മോഡുലോ ഓപ്പറേറ്റർ. അപ്പോൾ ആ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെർസെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ what it will take understand is the computer will understand that you are giving some instructions to print in a particular way. ഒരു പ്രത്യേക സ്റ്റൈലിൽ പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കും. The computer will understand that. Okay, so first of all you have to use some letters. That means that letters after percent. ഈ മോഡുലോ ഓപ്പറേറ്ററിന് ശേഷം you have to write either d or s or f,
something according to the data type. So what data type നിങ്ങളുടെ ഔട്ട്പുട്ടിനെ എന്ത് ഡാറ്റ ആയിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ നമ്പർ, you can understand that number as a decimal or as a whole number or a integer number or a decimal number or a fraction number. So if you put d, that number, that value, that number is considered as a number, integer number. So if I use f, that is considered as a fractional number. Okay, if I write percent yes, your data is considered as a string. If I write c, your data is considered as a character. Okay, so now you see here, this is the first example to understand what the modulo operator. Okay, see here how to use this modulo operator. So you write the print, then use a bracket, then you have to use a inverted comma or a quotation, that means double quotation. You are writing whatever you want, that means what you want to display, എന്താണ് നമ്മൾ എഴുതി കാണിക്കേണ്ടത്, that you have to write in that. And then you write %2d comma, then again the second data, that second data I want in %5.2f. so the second data is in the form of fraction, the first data is in the form of integer. Okay, so then you write a percent without, അതായത് അതിനുശേഷം ഈ നമ്മൾ എഴുതേണ്ട ഡീഫോൾട്ടായിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് എഴുതേണ്ട കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ കൊട്ടേഷൻ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു പെർസെന്റ് ഉപയോഗിക്കുന്നു. അതിനുശേഷം ആ പെർസെന്റിന്റെ ബ്രാക്കറ്റിൽ നമ്മൾക്ക് 1,5 എന്താണോ വാല്യൂ, ഈ ഫസ്റ്റ് നമ്പറിന്റെ സെക്കൻഡ് നമ്പറിന്റെ ഡാറ്റയുടെ വാല്യൂ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. See here again, you have another example, print total students colon %3d boys colon %2d %240 120. Okay, so what you see, the first one output. So geeks 1 colon ഞാൻ 1 എന്ന് എഴുതി, കാരണം വെച്ചാൽ 3 സ്പേസ് 2 സ്പേസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ 2 സ്പേസ് ഇട്ടു, പിന്നെ 1, പിന്നെ പോർട്ടൽ 5.33 എന്നാണ് വാല്യൂ, പക്ഷെ അതിന്റെ പ്രിന്റ് ചെയ്യേണ്ടത് 5.2f ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, 5.2, 5 സ്പേസിൽ 2 സ്പേസ് 5.2 2 സ്പേസ് ഡെസിമൽ യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മൊത്തം 5 സ്പേസ്, 1 2, ഈ പോയിന്റിന് ഒരു സ്പേസ്, 3 4 5. അപ്പോൾ ഈ 5 എഴുതുന്നത് തന്നെ ഒരു സ്പേസ് വിട്ടിട്ടായിരിക്കും. then a 0.33 because it is a decimal number, because I used %f. So this is how we do the formatted printing. So another example, print, I calculated the value of a is equal to 2.0 by 3. So there is a difference between 2 by 3 and 2.0 by 3. 2 by 3 is not equal to 2.0 by 3. അതായത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം 2/3 2.0/3 രണ്ടും രണ്ടാണ്. Why? Because I have used 2.0 means it takes that division as a fractional division. So whatever the answer you get by dividing 2/3, you will get the decimal part also if I put 2.0/3. അതേ സമയത്ത് if I write 2/3, whatever is the whole number part or the integer part of the answer, 2/3 will be 0 because it is less than 1. So we will get 2/3 will be 0. If I write 2.0/3, that will be something point something. It may be 0.333, something like that. That is a difference between the division in the decimal division and the whole number in integer division.
So now I want to print A according to this format. How will you print this according to this format? So now see here, I want to print A. So what I do, formatted print angle, you have to start with print bracket, then you start with the inverted comma, A is equal to %5.3f. So എന്താ ഞാൻ പറഞ്ഞത്, A ആണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. A എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മോഡൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പോവാണ്. %f ആണ് ഞാൻ വേണ്ടത്. F is a fraction number, but I use 5.3. That means I want 5 spaces and 3 spaces should be in the decimal part. ഇനി ഞാൻ ഇൻവെർട്ടഡ് കമ്മ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മോഡൽ ഓപ്പറേറ്റർ ഓപ്പൺ ചെയ്യുന്നു. വാട്ട് എവർ ഈസ് ദസ് ബ്രാക്കറ്റ് A. So whatever is the value of A, that will be printed as per this format. So now data can be printed in various formats. ഇപ്പോൾ ഏതൊക്കെ ഫോമാറ്റ്സ് ആണ് ഡാറ്റ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഐ യൂസ് എ ഡി, ഞാൻ പറഞ്ഞു ഇൻറ്റിജറിന് വേണ്ടി ഡി യൂസ് ചെയ്യാം, അല്ലെ ഐ യൂസ് ചെയ്യാം. എഫ് യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ ആണ്. ഇ യൂസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ നമ്പർ ആണ്. എക്സ് യൂസ് ചെയ്യുന്നത് ഹെക്സാ ഡെസിമൽ നമ്പറിനാണ്. ഒ യൂസ് ചെയ്യുന്നത് ഒക്ടൽ നമ്പറിനാണ്. എസ് യൂസ് ചെയ്യുന്നത് സ്ട്രിങ്ങിനാണ്. 0D യൂസ് ചെയ്യുന്നത് മോഡിഫൈഡ് integer, modified decimal point numbers. So this is what I want to say about the formatted printing. So now you know how to do formatted printing. Okay, so we will be using, for example, I want to print a multiplication table of 5. Okay, so how will you print the multiplication table of 5 using a Python program? Okay, now let me show you. First of all, you start a for loop. You want done up to 10, so you'll make for k in range 1,11, because if I put 11 it will run up to 10. If I put 10 it will run up to 9. But 10 variable multiplication table I want to put 11, so 1,11, close the bracket, then I put a colon. Now you want to print the multiplication table of 5, so what you have to write print bracket, use the inverted comma, 5 into, that is fixed. I want a 5 into 1 is 1, 5 into 2 is 2, 5 into 2 is 10, 5 into 3 is 15. So like that I want to print. So now what I want to do is, it is already an integer. 5 multiplication table is always an integer, it is not a fraction. So what I do, I'll do modulo division operator d use cheyana, because it is an integer. Okay, മാക്സിമം 2 ഡിജിറ്റേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, %2d. ഞാൻ ഇവിടെ 10d യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഐ വാണ്ട് ഓൺലി 2 സ്പേസസ്. മാക്സിമം പോയാൽ 5 into 10 is 50. So that is why I use %2d. That means I want only 2 spaces. Equal to %2d. So that means I use 2 times. 2 പ്രാവശ്യം മോഡൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 2 വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അപ്പം നമ്മൾ ഇൻവേർട്ടഡ് കൊമ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു % ഓപ്പറേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ബ്രാക്കറ്റിൽ എഴുതുന്ന വാല്യൂ ആദ്യത്തെ %ലേക്ക് പോകും. രണ്ടാമത് നമ്മൾ എഴുതുന്ന വാല്യൂ രണ്ടാമത്തെ %ലേക്ക് പോകും. അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ടത് 5 into 1. 5 into 1 മീൻസ് കെയുടെ വാല്യൂ ആണ് എൻ്റേത്. സോ വാട്ട് ഐ റൈറ്റ് കെ. സോ രണ്ടാമത്തെ %ന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വാല്യൂ യു റൈറ്റ് കെ. കെ മീൻസ് വാട്ട്, ബിക്കോസ് ഐ യൂസ് കെ ഇൻ എ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൽ കെയുടെ വാല്യൂ 1 ആണ് ഇപ്പോൾ. നൗ സെക്കൻഡ് %ന്റെ വാല്യൂ പോകേണ്ടത്, ഐ വാണ്ട് ടു മൾട്ടിപ്ലൈ ദ കെ വിത്ത് 5. സോ വാട്ട് ഐ റൈറ്റ് കെ into 5. So how will it look like? So it will look like 5 into 1 is equal to 5, because k is 1, 1 into 5 is 5. Okay, now second time for loop second time വന്നു, കെയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്നത് 5 into വീണ്ടും % ഓപ്പറേറ്റർ വന്നു. %ന്റെ ഫസ്റ്റ് വാല്യൂ കെ 2 ആയി. അപ്പോൾ 2. അപ്പോൾ 5 into 2 ഈക്വൽ ടു രണ്ടാമത്തെ %ന്റെ വാല്യൂ എന്താണ്? കെ into 5. That means 2 into 5 is 10. So the computer will print 5 into 2 is 10. See here, another thing is you want to write in a new line. അപ്പോൾ ന്യൂ ലൈനിൽ എഴുതുകയാണെങ്കിൽ what you have to write? You have to write a \n that will print each time it will print in a new line. Okay. So this is what you can print a multiplication table like in a formatted printing. Okay. So we come to the end of this session.